നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കഞ്ചാവ്. റെയിൽവേ പോലീസിന്റെ പരിശോധനയ്ക്കിടെ S2 കോച്ചിൽ 4.5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് വാഷ് ബേസിന് സമീപം സൂക്ഷിച്ച ബാഗിൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പാലിയേക്കരയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA-യും 2.25 ലക്ഷം രൂപയുമായി 3 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. മൊബൈൽ വെൽഡിംഗ് സംവിധാനം നിരോധിക്കണമെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഫീസ് വർധന പിൻവലിക്കണമെന്നും കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ അസോസിയേഷൻ ധർണ. ഗാർഹിക മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഗാർഹിക തൊഴിലാളി യൂണിയൻ CITU പാലക്കാട്ട് യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ. ഭാരതപ്പുഴയിലെ മാന്നന്നൂർ വാഴാലിപ്പാടം ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം നിർത്തിവെച്ചു. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ പ്രവൃത്തി അസാധ്യം. 1200 ചാക്ക് സിമന്റും ലോഡ് കണക്കിന് മെറ്റലും ചില യന്ത്ര സാമഗ്രികളും ഒലിച്ചുപോയി. ശേഷിച്ച നിർമ്മാണ സാമഗ്രികൾ കരയ്ക്കെത്തിച്ചത് ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ. വാർത്തകൾ വിശദമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കഞ്ചാവ് കണ്ടെത്തി. ട്രെയിനിലെ S2 കോച്ചിൽ വാഷ് ബേസിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിലായിരുന്നു കഞ്ചാവ്. 4 കിലോ 650 ഗ്രാം കഞ്ചാവാണ് ബാഗിൽ ഉണ്ടായിരുന്നത്. പാലക്കാട് റെയിൽവേ സബ് ഡിവിഷൻ DYSP P ശശികുമാറിൻ്റെയും ഷൊർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ PV രമേഷിൻ്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസും RPF-ഉം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത്. രാവിലെ 11:50 ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിലെ S2 കോച്ചിലെ വാഷ് ബേസിനടുത്താണ് കഞ്ചാവ് കണ്ടെത്തിയത്. വാഷ് ബേസിനടുത്ത് സൂക്ഷിച്ച കറുത്ത ബാഗിനുള്ളിൽ 4 കിലോ 650 ഗ്രാം കഞ്ചാവാണുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ട്രെയിനിനുള്ളിൽ ബാഗ് കണ്ടെത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഞ്ചാവ് കടത്തിയത് ആരാണെന്നത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു. ഈ മാസം നടത്തിയ പരിശോധനയിൽ 15 കിലോയോളം കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കഞ്ചാവ് അന്യ സംസ്ഥാനത്ത് കടത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് സംശയം. അതിൽ പ്രത്യേകമായിട്ട് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ തൂക്കം മറ്റും കാര്യങ്ങളും നോക്കിയപ്പോൾ 4 കിലോ 650 ഗ്രാം തൂക്കം ഉള്ള കഞ്ചാവാണ് ആ ബാഗിൽ കണ്ടത്. അപ്പോൾ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിൽ ഒരു 10-15 കിലോയ്ക്ക് ഇടയ്ക്ക് കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിയും. വരും ദിവസവും കൂടുതൽ പരിശോധനകൾ ട്രെയിനുകൾ നടത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMA-യുമായി 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ടൗൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. തൃശൂർ പുഴയ്ക്കലിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ലഹരിവേട്ട. കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത്. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 10 ലക്ഷം രൂപയോളം വില വരും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത്. ചാവക്കാട്, ഗുരുവായൂർ തുടങ്ങി തൃശൂരിൻ്റെ തീരദേശ മേഖലയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴാണ് ഇവർ പിടിയിലായത്. പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സായിരുന്നു. ഇതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും ബംഗളൂരുവിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും MDMA പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി 3 പേരെ പാലിയേക്കരയിൽ പോലീസ് പിടികൂടി. നിരോധിത ലഹരി വസ്തുവായ MDMA-യ്ക്ക് പുറമെ 2.25 ലക്ഷം രൂപയും കാറിൽ കണ്ടെത്തി. കല്ലൂർ സ്വദേശികളായ മാവിൻ ചുവട്, മണപ്പെട്ടി നിഖിൽ, കലിങ്ങപ്പുറം അമൽ,
ആലങ്ങോട്, തേങ്ങാമച്ചി, മണികണ്ഠൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ്, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീം, പുതുക്കാട് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് നിരോധിത ലഹരിവസ്തുവായ MDMAയും 2,25,900 രൂപയും കണ്ടെത്തി. ലഹരിവസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ച രൂപയാണ് യുവാക്കളുടെ കൈവശമുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI പ്രദീപ് കുമാർ, SI MJ ലിജോ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SIമാരായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ തുടങ്ങിയവരുമുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റ് ധർണ നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ വെൽഡിംഗ് സംവിധാനം നിരോധിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അമിത ഫീസ് ഈടാക്കൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R രവീന്ദ്രൻ, പ്രസാദ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടനൂർ പറളി ദേശീയപാത ബൈപ്പാസ് റോഡ് അപകടക്കെണിയായി. പ്രധാന പാതയുടെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ച് ചാലുകീറി മണ്ണിട്ട് മൂടി കരാറുകാർ സ്ഥലം വിട്ടതിന് പിറകെ വേനൽ മഴ ശക്തമായതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത്. ശുദ്ധജല വിതരണ പൈപ്പ് സ്ഥാപിക്കാനെന്ന പേരിൽ പ്രധാന പാതയുടെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ച് 4 അടിയോളം ആഴത്തിൽ ചാലുകീറി മണ്ണിട്ട് മൂടി കരാറുകാർ സ്ഥലം വിട്ടതാണ് പ്രശ്നമായത്. വേനൽ മഴയിൽ പാത 2 വശങ്ങളിലും വൻ ഗർത്തമായതോടെ ഇവിടം അപകടക്കെണിയായിരിക്കുകയാണ്. കുഴൽമന്ദം മുണ്ടൂർ ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് ഓടനൂർ പറളി റോഡ്. ഗതാഗത തിരക്കുള്ള റൂട്ടാണിത്. ഇരുവശങ്ങളും കുത്തിയൊലിച്ച് ഗർത്തമായത് യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ വശങ്ങളിലേക്കിറങ്ങിയാൽ അപകടം ഉറപ്പാണ്. റോഡിന്റെ വശങ്ങൾ തകർന്നത് ഉടൻ ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗാർഹിക തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പാലക്കാട്ട് നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക മേഖലയിൽ പണിയെടുക്കുന്നവർ വലിയ വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് M ഹംസ ചൂണ്ടിക്കാട്ടി. കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരികയും തുച്ഛമായ വേതനം മാത്രം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഈ മേഖലയിലുള്ളവരുടെ ക്ഷേമത്തിനായി സർക്കാർ നയരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും M ഹംസ പറഞ്ഞു. വകുപ്പുകൾ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഗാർഹിക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V സരള അധ്യക്ഷത വഹിച്ചു. R പുരുഷോത്തമൻ, ബീന, സുലേഖ, ശാലിനി, P പങ്കജവല്ലി, ഉണ്ണികൃഷ്ണൻ, KT ഉദയകുമാർ, ലതിക എന്നിവർ പ്രസംഗിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൺവെൻഷനിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ മാന്നന്നൂർ വാഴാലിപ്പാടം ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം നിർത്തിവെച്ചു. നിർമ്മാണത്തിനുപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റ് യന്ത്രങ്ങളുമെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് കരക്കെത്തിച്ചത്. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടതോടെയാണ് മാന്നന്നൂർ വാഴാലിപ്പാടം ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചത്. ഒഴുക്ക് പെട്ടെന്ന് കരുത്താർജിച്ചതോടെ ഏറെ ശ്രമകരമായാണ് വാഹനങ്ങളും യന്ത്രങ്ങൾ ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളും കരക്കെത്തിച്ചത്. ഇനിയും ചിലത് കരക്കെത്തിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും പുഴയിൽ അതിവേഗം ഇത്രമേൽ ജലനിരപ്പ് ഉയരുമെന്ന് കരാറുകാരും ജലസേചന വകുപ്പും പ്രതീക്ഷിച്ചിരുന്നില്ല. ഷട്ടറുകൾ ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകേണ്ടതായിരുന്നു. പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുന്നുണ്ട്. ഇതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശക്തമായ ഒഴുക്കിൽ 1200ഓളം ചാക്ക് സിമന്റ് ഒലിച്ചുപോയി. ലോഡ് കണക്കിന് മെറ്റലും ഒലിച്ചുപോയിട്ടുണ്ട്. ചില യന്ത്രസാമഗ്രികളും നഷ്ടപ്പെട്ടതായി കരാറുകാർ പറഞ്ഞു. മണ്ണിടിച്ചിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാന്നന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയണയുടെ വലതുകര 2018 പ്രളയത്തിലാണ് തകർന്നത്. 19 രണ്ടാം പ്രളയത്തോടെ സ്ഥിതി ഗുരുതരമായി. പുഴ ഗതിമാറി ഒഴുകി തീരത്തെ 6 ഏക്കറിലധികം കൃഷിഭൂമി ഒലിച്ചുപോയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച
12.16 കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മാണം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം പുരോഗമിക്കുന്നത്. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഒരിടവേളയ്ക്ക് ശേഷമല്ലാതെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാനാകില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളി ചന്തപ്പുരയിൽ റോഡ് മുറിച്ചു കിടക്കുന്നത് ജീവൻ പണയം വെച്ച്. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഈ പ്രദേശത്ത് വിദ്യാലയങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്കുമായി നിത്യേന ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ്. ചന്തപ്പുരയിൽ റോഡിനു കുറുകെ ഇരുമ്പുപാലം നിർമ്മിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട താൽപ്പര്യമെടുക്കുന്നില്ല. പട്ടാമ്പി തൃത്താല ബ്ലോക്ക് ക്ലസ്റ്റർ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം പട്ടാമ്പിയിൽ നടക്കും. മെയ് 22, 23 തീയതികളിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് പരിപാടി. കുടുംബശ്രീ 26ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങേ 2024 പട്ടാമ്പി തൃത്താല ബ്ലോക്ക് ക്ലസ്റ്റർ തലം മെയ് 22, 23 തീയതികളിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് സംഘടിപ്പിക്കുക. പട്ടാമ്പി തൃത്താല ക്ലസ്റ്ററിൽ നിന്നായി 15 CDSകളിലെ 1000-ഓളം പേർ പങ്കെടുക്കും. മെയ് 23 രാവിലെ 9 മണിക്ക് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ പിന്നണി ഗായിക M. സർവശ്രീ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി MB രാജേഷ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളെ പങ്കെടുക്കും. ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. ചന്ദ്രദാസ് മുഖ്യ പ്രഭാഷണവും നടത്തും. സർഗോത്സവമായ അരങ്ങ് 2024 ഈ പട്ടാമ്പി SNGS കോളേജിലെ തൃത്താല പട്ടാമ്പി ബ്ലോക്കുകളുടെ മത്സരങ്ങൾ നടക്കുകയാണ്. 15 CDS തലത്തിലുള്ള മത്സരാർത്ഥികളാണ് ഇന്നത്തെ ക്ലസ്റ്റർ തല പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി, K. രാജൻ മാസ്റ്റർ, പ്രിയങ്ക, ഹസീന, സീരിയസ് ചെയർപേഴ്സൺ P. ഗീത, രമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യോഗോത്സവ് 2024 അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് 100 ദിവസത്തെ കൗണ്ട് ഡൗൺ പരിശീലനം തുടങ്ങി. ചെറുതുരുത്തി പഞ്ചകർമ്മയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ കുളപ്പുള്ളി കാർമൽ സ്കൂളിൽ നിന്നാണ് പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പരിശീലന പരിപാടി പഞ്ചകർമ്മ ഡയറക്ടർ ഡോക്ടർ D. സുധാകർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ SN ഗൈധാനി, N. തമിഴ് സെൽവം എന്നിവർ പ്രസംഗിച്ചു. ഒല്ലൂരിലെ ഇന്റർനാഷണൽ യോഗ കോൺഷ്യസ്നസ് പ്രസിഡന്റ് യോഗി ജയദേവ് 50 മിനിറ്റോളം നീണ്ട യോഗ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 730ഓളം പേർ പങ്കെടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് സ്വാഗതവും റിസർച്ച് ഓഫീസർ ഡോക്ടർ രമ്യ നന്ദിയും പറഞ്ഞു. വരും ദിവസങ്ങളിൽ യോഗ ക്ലാസുകൾ പല സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മൊറാർജി ദേശായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ MDNIY-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ 3ാമത് മാസ്മര 2024 മെയ് 25 പട്ടാമ്പിയിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ 3ാം മാസ്മര 2024 മെയ് 25 പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 200ഓളം മാന്ത്രികർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യാതിഥിയായിരിക്കും. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷനാകും. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിക്കും. പട്ടാമ്പി നാഗചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വൈകിട്ട് 4 പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ, അഭിരൂപ് പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാലാ ഷോ അരങ്ങേറും. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെൻ്റലിസ്റ്റ് ജിൽജിലി ജോബി തുടങ്ങിയവർ ടീച്ചിങ് ക്ലാസ് നയിക്കും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കും. പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ, ഹരിദാസ് തൃശൂർ, ശ്രീജിത്ത് വിയ്യൂർ, സേതു നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി മാജിക് മത്സരവും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസ്മര 2024 ഓൾ കേരള മാജിക് കൺവെൻഷൻ ഈ വരുന്ന 25-ാം തീയതി
പട്ടാമ്പി അരങ്ങേറുകയാണ്. മാജിക് മിഷൻ പാലക്കാട് 2019 നമ്മുടെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു മാന്ത്രിക കൂട്ടായ്മയാണ്. ഇതിനകം ഒട്ടേറെ മാന്ത്രിക കൺവെൻഷൻ, ചെറുതും വലുതുമായ മാന്ത്രിക സംഗമങ്ങൾ നമ്മൾ നടത്തുകയും വളരെ വലിയ വിജയത്തോടു കൂടി തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു തന്നെയാണ്. ഇത് 3ാമത് മാസ്മര സംഘമാണ് ഇപ്പോൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഖിൽ ചെർപ്പശ്ശേരി, സുരേഷ് പട്ടാമ്പി, സലാം അല്ലപ്പുഴ, കുമ്പിടി രാധാകൃഷ്ണൻ, മുരളീധരൻ പട്ടാമ്പി, PM ഉപേന്ദ്ര, നന്ദനൻ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠന സാമഗ്രികൾ വിതരണം ചെയ്യും. മെയ് 25-ന് ശനിയാഴ്ച ഓങ്ങല്ലൂർ EMS സ്മാരക ഹാളിൽ വിതരണ ചടങ്ങ് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 17 പൊതുവിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി വിദ്യാർത്ഥികളായ 200 നിർധനരായ കുട്ടികൾക്ക് സ്കൂൾ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികളാണ് നൽകുക. ഈ മാസം 20-ന് ശനിയാഴ്ച 2:30-ന് ഓങ്ങല്ലൂർ EMS സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാലയങ്ങളിലെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്ന ഒരു പരിപാടി ഈ വരുന്ന മെയ് 25-ാം തീയതി ഓങ്ങല്ലൂരിലെ ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച്, EMS സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് ഈ സംരംഭം ആദ്യമായി ഈ വർഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ബാങ്ക് കാലാകാലങ്ങളായി ലാഭത്തിൽ നിന്നും നീക്കിവെച്ച പൊതുനന്മ ഫണ്ടിൽ നിന്നുമാണ് കുട്ടികൾക്ക് സഹായം നൽകുന്നത്. ഈ ഫണ്ടിലെ തുക ഉപയോഗിച്ച് ഭാവിയിൽ അർഹരായ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം പോലുള്ള സ്വാന്തന പരിപാടികൾ നടത്താനും ആലോചിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാക്കുന്ന വിധം ഷൊർണൂരിലെ പ്രഭാതം സായാഹ്ന ശാഖയിലുള്ള സ്ഥലത്ത് കർഷകരെ സഹായിക്കുന്നതിനായി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും വിപണനം നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നാട്ടുചന്ത നടത്താനും ആലോചിക്കുന്നുണ്ട്. ബാങ്കിൻ്റെ വാടാങ്കുഷിയിലുള്ള ബ്രാഞ്ചിൻ്റെ കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നീതി ലാബിന് പുറമെ ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറും തുടങ്ങുന്നതിനും പദ്ധതിയുണ്ടെന്നും ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, സജീന്ദ്രൻ, KP മനു, K അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കഞ്ചാവ്. റെയിൽവേ പോലീസിന്റെ പരിശോധനയ്ക്കിടെ S2 കോച്ചിൽ 4.5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് വാഷ് ബേസിന് സമീപം സൂക്ഷിച്ച ബാഗിൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പാലിയേക്കരയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA-യും 2.25 ലക്ഷം രൂപയുമായി 3 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. മൊബൈൽ വെൽഡിംഗ് സംവിധാനം നിരോധിക്കണമെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഫീസ് വർധന പിൻവലിക്കണമെന്നും കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ അസോസിയേഷൻ ധർണ. ഗാർഹിക മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഗാർഹിക തൊഴിലാളി യൂണിയൻ CITU പാലക്കാട്ട് യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ. ഭാരതപ്പുഴയിലെ മാന്നന്നൂർ വാഴാലിപ്പാടം ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം നിർത്തിവെച്ചു. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ പ്രവൃത്തി അസാധ്യം. 1200 ചാക്ക് സിമന്റും ലോഡ് കണക്കിന് മെറ്റലും ചില യന്ത്ര സാമഗ്രികളും ഒലിച്ചുപോയി. ശേഷിച്ച നിർമ്മാണ സാമഗ്രികൾ കരയ്ക്കെത്തിച്ചത് ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.